ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മന്ത്ലി മൂവി റിവ്യൂ ഫെബ്രുവരി. ജാനുവരിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതുകൂടെ കാണുക. ഫെബ്രുവരി മാസത്തിലെ ടോട്ടലി റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ജാനുവരി മാസം തന്നെ ആവർത്തിച്ച ഒരു മാസമായിരുന്നു ഫെബ്രുവരി. എന്തെന്ന് പറഞ്ഞാൽ അത്ര വീര്യം കൂടിയ പടക്കങ്ങളല്ലായിരുന്നു ഫെബ്രുവരിയിൽ പൊട്ടിയതെങ്കിൽ ഏറെക്കുറെ പടക്കങ്ങൾ പൊട്ടിയ ഒരു മാസം കൂടിയായിരുന്നു ഫെബ്രുവരി. അപ്പോൾ ഇനി ആദ്യം റിലീസായതെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 6-നാണ് ഈ മാസത്തെ ഫെബ്രുവരിയിൽ ആദ്യത്തെ സിനിമ റിലീസായത്. അത് മലയാളത്തിൽ നിന്നല്ല, തമിഴിൽ നിന്ന് കൊണ്ടുവന്ന് തിരി കൊടുത്തു. അതായത് പടക്കത്തിന് തിരി കൊടുത്തത് വേറെ ആരുമല്ല, നമ്മുടെ എല്ലാവരും തല അജിത്താണ് ഇവിടെ ഈ ഫെബ്രുവരിക്ക് പടക്കത്തിന് ആദ്യത്തെ തിരി കൊടുത്തത്. വിടാമുയർച്ചി. മകിൾ തിരുമേനി ആണ് ഡയറക്ടർ. പൊതുവെ നല്ലൊരു ഡയറക്ടറാണ്, പക്ഷേ എവിടേക്കോ ചില പാളികൾ ചില അടുത്ത് പാളിപ്പോയത് കാരണം പടം വലിയ ഹിറ്റടിക്കാൻ സാധിച്ചില്ല. തലയുടെ നാടായ തമിഴ്നാട്ടിൽ പോലും പടം ഹിറ്റാവാൻ സാധിച്ചില്ല. എല്ലാവരും കണ്ടിട്ട് കോട്ടുവ ഉയർത്തിയ പടം വിടാമുയർച്ചി 8 നില പൊട്ടേ. തൊട്ട അടുത്ത ദിവസം ഫെബ്രുവരി 7 തമിഴിൽ നിന്നും പൊട്ടിയാൽ പോരാ, മലയാളത്തിൽ നിന്നും ഒരു പടം പൊട്ടിക്കണമെന്ന് വിചാരിച്ച് ഇറക്കിയ സിനിമ നാരായണിൻ്റെ 3 പെൺമക്കൾ. ശരൺ വേണുഗോപാൽ ഡയറക്ടർ, ജോജു ജോർജും പ്രധാന കഥാപാത്രങ്ങളൊക്കെ ആക്കി കൊണ്ടുവന്ന സിനിമ 8 നില പൊട്ടേ. ഫെബ്രുവരി 7 തെലുങ്കിൽ നിന്ന് വേറൊരു സിനിമയും കൂടി റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. സായി പല്ലവി, നാഗ ചൈതന്യ ഇവരുടെ ആക്കിയ തണ്ടലാന്നോ കൊണ്ടൽ പടം. അവിടൊക്കെ നല്ല രീതിയിൽ നല്ല അഭിപ്രായം കിട്ടിയെന്ന് തോന്നുന്നു. പക്ഷേ ടോട്ടലി പടം 8 നില പൊട്ടി. പിന്നെ അടുത്ത ആഴ്ച ഫെബ്രുവരി 14 എല്ലാ പ്രണയിക്കുന്നവരുടെയും ദിവസം. ആ ദിവസം തന്നെ കുറേ അധികം മലയാള സിനിമ റിലീസ് ചെയ്തു. തുടർന്ന് ബോളിവുഡിൽ നിന്നും ഒരു പടം റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വാലന്റൈൻസ് ആഘോഷിക്കുന്നവരും ഏത് പടത്തിന് പോകണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ പോയി കണ്ട് അന്നത്തോടെ ബ്രേക്ക് ഔട്ടായി പോയ കുറച്ച് പടങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് പറയാം. ഗോവിന്ദ് വിഷ്ണു ഡയറക്ഷൻ ചെയ്ത ഡാവിഡ്, അരുൺ ഡി ജോസ് ഡയറക്ഷൻ ചെയ്ത ബ്രാഹ്മൺസ്, ശ്രീജിത്ത് ബാബു ഡയറക്ഷൻ ചെയ്ത പൈങ്കിളി. ഈ 3 പടങ്ങളും ആവറേജ് അഭിപ്രായം കിട്ടി ഓടിയിട്ടുണ്ട്. പക്ഷേ പബ്ലിക്കിൻ്റെ അഭിപ്രായം വെച്ചാണ് ഞാൻ ഇതിനകത്ത് കൂടുതൽ റിവ്യൂ പറയുന്നത്. അതിനകത്തൊന്നാണ് പൈങ്കിളി നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ബോക്സ് ഓഫീസിൽ തകിടം മറിഞ്ഞു എന്നാണ് കേട്ടത്. ബാക്കി ഡാവിഡും എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഞാനത് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്ര എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എൻ്റെ കാരണം എല്ലാം റിവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട്. റോമൻസും പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. പക്ഷേ എനിക്ക് അത്ര വർക്കാവാത്ത ഒരു സിനിമയായിരുന്നു. അതിൻ്റെ റിവ്യൂ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം പൊതുവേ 3 പടത്തിനും അങ്ങനെ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു പടമായിരുന്നു. എങ്കിലും ഒരു ആവറേജ് ഹിറ്റിൽ ഒതുങ്ങിപ്പോയ 3 പടങ്ങൾ. അപ്പോൾ അതിനുശേഷം വന്നെയാണ് ചാവ. ബോളിവുഡിൽ നിന്ന് ചാവ വന്നിട്ടുണ്ടായിരുന്നു. ചാവ വന്ന് സാംബാജി ഫോസ, ഛത്രപതി ശിവജിയുടെ ഒരു ഡോക്യുമെൻ്ററി പറയുന്ന ഒരു പടമായിരുന്നു. ആ പടം കൊളുത്തി. നോർത്തുകാരെ ലക്ഷ്യം വെച്ച് ഇറക്കിയ പടമായിരുന്നു. പക്ഷേ ഇവിടെയും ആ പടം നല്ല അഭിപ്രായം കിട്ടി. പടം കൊളുത്തി, ഹിറ്റായിരുന്നു. അത് ആ ആഴ്ച കടന്നുപോയി. വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റടിക്കാൻ ഒരു പടം കൂടി വന്നു. ഫെബ്രുവരി 20 ജിത്തു അഷ്റഫ് ഡയറക്ഷൻ ചെയ്ത ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി. ഈ മാസത്തിൽ എടുത്ത് പറയാൻ പറ്റിയ ഒരു സൂപ്പർ ഹിറ്റ് പടം എന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടിയാണ്. ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി ഈ മാസത്തിലെ എടുത്തു പറയേണ്ട ഒരു ഹിറ്റ് പടമായിരുന്നു ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി. തൊട്ട് അടുത്ത ദിവസം ഫെബ്രുവരി 21 ബ്ലോക്ക് ബസ്റ്ററായ മാർക്കയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദൻ വീണ്ടും വന്ന പടം. വിനയ് ഗോവിന്ദ് ഡയറക്ഷൻ ചെയ്ത് ഗെറ്റ് സെറ്റ് ബേബി. അത് നല്ല അഭിപ്രായം, മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. പടം ഹിറ്റായില്ല, 8 നില പൊട്ടി. ആ ദിവസം തന്നെ വേറൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, തടവ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാം, അവാർഡ് പടങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാവുന്ന പടം, അല്ലാതെ ഓഡിയൻസിന് വേണ്ടി കാണാൻ ഇറക്കിയ പടമൊന്നുമല്ല. നമുക്ക് അത് ഇറക്കുന്നതിന് മുമ്പേ നമുക്കറിയാമല്ലോ ഇതിൻ്റെ റിസൾട്ട് എന്തുവാണെന്ന്. അപ്പോൾ അത് തന്നെ 8 നില പൊട്ടി. അതുപോലെ ഫെബ്രുവരി 21 തന്നെ തമിഴിൽ നിന്ന് 2 പടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് അശ്വന്ത് മാരിമുത്തു ഡയറക്ഷൻ ചെയ്ത ഡ്രാഗൺ. പ്രദീപ് രംഗനാഥനാണ് ഇതിൻ്റെ ആക്ടർ. ലവ് ടുഡേ ഇതിനു മുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ലവ് ടുഡേ. കാരണം ഈ
സിനിമ കാണാൻ ഞങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കെന്നെ അറിയത്തില്ല. പക്ഷേ കുറേ അടുത്ത് പോയി അവിടെ ഉണ്ട് ഈ ബുക്ക് ചെയ്ത് പോകാൻ നോക്കി. ഈ കൊല്ലം ജില്ലയിൽ ഇതിൻ്റെ ഇതിൻ്റെ കോപ്പി എങ്ങും കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ ഇതുപോലൊക്കെയുള്ള പടങ്ങൾ എന്ന് വെച്ചാൽ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് ഈ തിയേറ്റർ ഉടമകളൊക്കെ. ഇതൊന്നും ഇവിടെ അടുത്തൊന്നും ഇല്ലായിരുന്നു. എനിക്ക് കാണാൻ പറ്റി 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല റിപ്പോർട്ട് കിടക്കുന്നുണ്ട്. ഇവിടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റി. മിസ്സായി പോയ ഒരു പടമാണ്. ഇപ്പോഴും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. 100 കോടി കഴിഞ്ഞ് പിന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പടം ഡ്രാഗൺ. ആ ദിവസം തന്നെ, അതായത് ഫെബ്രുവരി 21 തന്നെ വന്ന വേറൊരു തമിഴ് സിനിമയാണ്. ധനുഷ് ഡയറക്ഷൻ ചെയ്ത് ധനുഷ് തന്നെ തിരക്കഥ എഴുതി. നിലാവക്ക് എന്നടി എന്നമേൽ കോപം പടം വന്ന പോലെ അങ്ങ് പോയി. 8 നില പൊട്ടി. ഫെബ്രുവരി 27 ബോബൻ സാമുവൽ ഡയറക്ഷൻ ചെയ്ത് സൗബിൻ, നമിത പ്രമോദ് എന്നിവർ കേന്ദ്ര കഥാപാത്രമാക്കി വന്ന മച്ചാൻ്റെ മല്ലക്ക പോലെ ഇറങ്ങിയ പോലെ തന്നെ പോയ പടം മച്ചാൻ്റെ മല്ലക്ക 8 നില പൊട്ടി. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമിത പ്രമോദിനെയൊക്കെ ഈ പടത്തിലൊക്കെ കാസ്റ്റ് ചെയ്യുന്നത് അവർക്കൊന്നും ഇപ്പം പറ്റത്തില്ല. ഒരു ആക്ട്രസ് പണ്ടേ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നു. ബുദ്ധി വെച്ചാണ് അവർ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്, അങ്ങനെയൊക്കെ ജീവിക്കാൻ പറഞ്ഞിട്ട്. ഇതിപ്പം വെളിയിലൊക്കെ എത്രയോ പെൺപിള്ളേർ ഇതിനകത്ത് കയറാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നത്. അവരെയൊക്കെ കയറ്റാനുള്ള ഇനി ഇവരെയൊക്കെ പിടിച്ച് ഇവരൊക്കെ ഫീൽഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഫീൽഡ് ഔട്ടാണ്. അപ്പോൾ ഇവരൊക്കെ എന്തിനെ എടുത്ത് പടം ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ബോബൻ സാമുവൽ 27 തന്നെ പടക്കങ്ങൾ ഒറ്റയ്ക്ക് പൊട്ടിച്ചാൽ പോരല്ലോ, എനിക്കും പൊട്ടിക്കണമെന്ന് ഇടയ്ക്കൂടെ കയറി ശബ്ദം ചെയ്ത് പൊട്ടിച്ച ധ്യാൻ ശ്രീനിവാസൻ. വിനയ് ജോസ് ഡയറക്ഷൻ ചെയ്ത ആപ്പ് കൈസേഹോ പടം കണ്ട് ആപ്പായി പോയ ഒരു പടം 8 നില പൊട്ടി. അങ്ങനെ തിരി കൊടുത്തത് തല അജിത്ത് വിടാമുയർച്ചയുടെ ഫെബ്രുവരി 28 ഒരു പടം കൂടി വന്നിട്ടുണ്ട്, ഇടി മഴ കാറ്റ്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് 20-ാം നൂറ്റാണ്ടിൽ ലാലേട്ടൻ പറഞ്ഞിട്ട് സാഗർ എലിയാസ് ജക്കി, ഇടി മഴ കാറ്റ്. അമ്പിളി എസ് രംഗ ഡയറക്ഷൻ ചെയ്ത സിനിമ തിയേറ്ററിൽ 8 നില പൊട്ടി. ടോട്ടലി 3 തമിഴ് സിനിമ, 1 തെലുങ്ക് സിനിമ, 1 ബോളിവുഡ്. ഇത്തരം പടമാണ് ഈ ഫെബ്രുവരിയിൽ ഒരു അന്യ ഭാഷ സിനിമയായിട്ട് റിലീസ് ചെയ്തത്. ബാക്കിയെല്ലാം മലയാളം സിനിമ തന്നെ. അതിനകത്ത് ഏറെക്കുറെ പൊട്ടിയ പടങ്ങളാണ്. എന്നിട്ടാണ് ഈ ഇടയ്ക്ക് ഈ ഒരു മാസം വേറൊരു ഇതും കൂടെ ഉണ്ടായിരുന്നു. അതായത് സുരേഷ് കുമാർ, അതായത് കീർത്തി സുരേഷിൻ്റെ ഫാദർ സുരേഷ് കുമാർ ഇടയ്ക്ക് ഇതുപോലൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. മലയാള സിനിമ പൊട്ടുന്നു, അതുകൊണ്ട് ജൂൺ തൊട്ട് മലയാള സിനിമ കാണത്തില്ലെന്നും പറഞ്ഞുകൊണ്ടൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തിരക്കഥ എല്ലാവർക്കും കാണുന്ന രീതിയിലൊരു പടം എടുക്കണം, അല്ലെങ്കിൽ എടുക്കാൻ നിൽക്കല്ലേ. അല്ലാതെ ഇതുപോലെ പൈസ ഉള്ളവർ പടം പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പൈസ ഇല്ലാത്തവർ വായി കൈയിട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പം പുള്ളിക്കാരൻ ഇതേപോലെ എനിക്കൊന്ന് അന്ന് ബിരിയാണിയാണ് കഴിച്ചതെന്ന് തോന്നുന്നു, കോഴി കിടന്ന് കുത്തിയിട്ടാന്ന് തോന്നുന്നു, ഇടയ്ക്കൊക്കെ വായി വരുന്ന പിറ്റുമ്പോഴേക്ക് ഇരുന്ന് പറയുന്ന കാണായിരുന്നു. അന്നോട്ട് എയറിലാണ്, ഇപ്പോഴും എയറിലാണ്. അങ്ങനെ തന്നെ നിൽക്കട്ടെ, പൈസ ഉള്ളവർ പടം എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മാർക്കറ്റിംഗ് ഉള്ളവരെ തന്നെ പിടിക്കുന്നത്, അതായത് നിങ്ങളുടെ കുടുംബത്തുള്ള ആ ഒരു ഫാമിലി ഇൻഡസ്ട്രിയിലുള്ളവരെ തന്നെ പിടിക്കും. വെളിയിലൊക്കെ എത്ര പിള്ളേർ നിൽക്കുന്നത്, അവരെയൊക്കെ കയറ്റിക്കൊണ്ട് വന്ന ഒരു പടം നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലേ. അത് ഒരു നോർമൽ ബഡ്ജറ്റ് വെച്ച് ചേർക്കാമല്ലോ. അല്ലാതെ പൈസ ഉള്ളവർ അങ്ങനെ പലതും ചെയ്യും. അല്ല, 50 രൂപനകത്ത് നോക്കിക്കോ, വൺ ബിസിനസ് ആണ് നടക്കുന്നത് എന്നും പറഞ്ഞിട്ട് അത് കണ്ടിട്ട് പൊട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജനുവരി മാസത്തിൻ്റെ വീര്യം കുറഞ്ഞ കുറേ പടക്കങ്ങളായിരുന്നു ഫെബ്രുവരിയിൽ ഇറങ്ങിയത്. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.